ഹായ്, എൻ്റെ പേര് ഡോക്ടർ ഹരികൃഷ്ണൻ. ഞാൻ കൊല്ലം ജില്ലയിൽ പട്ടത്താനാണ് എൻ്റെ സ്ഥലം. ഹായ്, എൻ്റെ പേര് ഡോക്ടർ ആദർശ്. ഞാൻ കൊല്ലം ജില്ലയിലെ കരുനാപ്പള്ളിയാണ് എൻ്റെ സ്ഥലം. ഞങ്ങൾ രണ്ടുപേരും കോട്ടയം ജില്ലാശുപത്രിയിലാണ് പ്രാക്ടീസ് ചെയ്തത്. ഞങ്ങൾ MBBS കംപ്ലീറ്റ് ചെയ്തത് അവിസന്ന തജിക് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി തജിക്കിസ്ഥാനിലാണ്. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കുട്ടികൾ MBBS പഠിക്കുന്നത് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലാണ്. പിന്നെ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഡോക്ടേഴ്സ് FMG ക്ലിയർ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നതും ഞങ്ങളുടെ കോളേജിൽ പഠിച്ചിറങ്ങിയ ഡോക്ടേഴ്സാണ്. ഇതിന് കാരണം ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ക്ലിനിക്കൽ എക്സ്പോഷർ, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ബെറ്റർ ആയതുകൊണ്ടാണ്. ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ ക്ലാസ്സിലും 20 സ്റ്റുഡൻസ് വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സിന് എല്ലാ സ്റ്റുഡൻസിനെയും പേഴ്സണലായിട്ട് ശ്രദ്ധിക്കാൻ സാധിക്കുന്നു. അതുകൂടാതെ തന്നെ വെൻഡോറിയ മെഡിസിന എന്ന് പറയുന്ന ഒരു എഫിഷ്യൻ ടീം, ഞങ്ങൾ ഇവിടെ പഠിച്ചിറങ്ങിയ സീനിയേഴ്സ് ആൻഡ് ഡോക്ടേഴ്സ് ഉൾപ്പെടുന്ന ഒരു ടീമാണ്. അവരുടെ സഹായം കൊണ്ട് നമുക്ക് FMG ക്ലിയർ ചെയ്യുന്ന ലാസ്റ്റ് സ്റ്റെപ്പ് വരെ നമുക്ക് കൂടെ ഹെൽപ്പിനുണ്ടായിരുന്നു. ഫസ്റ്റ് ഇയർ മുതൽ ഫൈനൽ ഇയർ വരെ നാട്ടിൽ കിട്ടുന്ന രീതിയിൽ തന്നെയുള്ള ക്ലിനിക്കൽ എക്സ്പോഷർ ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു. പിന്നെ 1650 ബെഡഡ് ആയിട്ടുള്ള ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ ജനറൽ ഹോസ്പിറ്റലിൻ്റെ പേര് കോർപ്പസ് എന്നാണ്. വിവിധ ഡിപ്പാർട്ട്മെൻറ്റ്സ് അടങ്ങിയ 27 ഓൺ ഹോസ്പിറ്റൽസ് ഉണ്ട് ഞങ്ങൾക്ക്. ഡിപ്പാർട്ട്മെൻറ്റ്സ് ലൈക്ക് പീഡിയാട്രിക്സ്, ഗൈനക്കോളജി, മെഡിസിൻ, സർജറി, അങ്ങനെ എല്ലാവിധ ഡിപ്പാർട്ട്മെൻറ്റുകളും അവിടെ ലഭ്യമാണ്. വൈറോളജിക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടൊരു ഹോസ്പിറ്റൽ തന്നെയുണ്ട്. അതിൻ്റെ പേരാണ് ഇൻഫെക്ഷ്യസ് ഹോസ്പിറ്റൽ. സെൻട്രൽ ഏഷ്യയിലെ ഏറ്റവും വലിയ പീഡിയാട്രിക് ഹോസ്പിറ്റൽ ഞങ്ങളുടെ തജിക്കിസ്ഥാനിലെ ഇസ്തിക്ലോൾ പീഡിയാട്രിക് ഹോസ്പിറ്റലാണ്. മറ്റുള്ള യൂണിവേഴ്സിറ്റികൾ ക്ലാസ്സിനും ക്ലിനിക്കൽ എക്സ്പോഷറിനും ഞങ്ങളുടെ ഈ പീഡിയാട്രിക് ഇസ്തിക്ലോൾ ഹോസ്പിറ്റലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇസ്തിക്ലോലിൽ പീഡിയാട്രിക് സെക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ വിവിധ രാജ്യങ്ങളിലുള്ള ഓങ്കോളജി പീഡിയാട്രിക് കേസസ് എല്ലാം റെഫറൻസ് ആയിട്ട് വരുന്നത് ഞങ്ങളുടെ ഹോസ്പിറ്റലാണ്. പോസ്റ്റ്മോർട്ടം കേസസ് എല്ലാം വരുന്നതും കോർപ്പസ് എന്ന ഹോസ്പിറ്റലാണ്. മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും പഠിച്ചിറങ്ങിയ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ് പറയുന്നത് പോലെ ഡമ്മി പ്ലാസ്റ്റിക് കഡാവേഴ്സ് അല്ലാതെ ഒറിജിനൽ കഡാവേഴ്സ് തന്നെ ഫസ്റ്റ് ഇയർ മുതൽക്കേ പഠിക്കാനുള്ള അവസരം ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെക്കാളും ക്ലിനിക്കൽ എക്സ്പോഷറും പ്രാക്ടിക്കൽസും ഞങ്ങൾക്ക് കൂടുതൽ നേടാൻ സാധിച്ചു. അതുപോലെ തന്നെ പലതരം സ്കോളർഷിപ്പുകളും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഞാൻ പഠിച്ചത്. എൻ്റെ കൂടെ പഠിച്ച ഒരുപാട് പേർക്കും സ്കോളർഷിപ്പ് ലഭിച്ചിരുന്നു. CFMG WFME അക്രഡിറ്റേഷനുള്ള തജിക്കിസ്ഥാനിലെ A ഗ്രേഡ് യൂണിവേഴ്സിറ്റിയാണ് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി. അതുപോലെ തന്നെ ഇന്ത്യൻ എബ്രോഡ് സ്റ്റുഡൻസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു ഫുഡ്. ഞങ്ങളെ സംബന്ധിച്ച് കേരള ഫുഡും നോർത്ത് ഇന്ത്യൻ ഫുഡും അവൈലബിൾ ആയിരുന്നു അവിടെ. കേരള ഫുഡിന് വേണ്ടി 4 കേരള കുക്സും അവിടെ ഉണ്ടായിരുന്നു. സംബന്ധിച്ച് ഞങ്ങൾക്ക് ഫ്ലാറ്റ് ഹോസ്റ്റലായിരുന്നു. അതിൽ തന്നെ സിംഗിൾ, ഡബിൾ, ട്രിപ്പിൾ ഷെയറിംഗ് എന്നിങ്ങനെ ഏത് റൂം വേണമെങ്കിലും ചൂസ് ചെയ്യാനുള്ള സൗകര്യം നമുക്കുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് 2 മലയാളി വാർഡൻസ് ആയിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ പഠിച്ച 5 വർഷത്തേക്കും ഞങ്ങൾ എല്ലാ കാര്യങ്ങളും നോക്കാൻ കെയർ ചെയ്യാനും ഞങ്ങൾ വാർഡൻസ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ MBBS ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തേക്കുന്നത് ഹാർവസ്റ്റ് എബ്രോഡ് സ്റ്റഡീസും അവിനാഷ് സാറുമാണ്. അതുകൊണ്ട് തന്നെ എക്കാലവും ഞങ്ങൾ അവിനാഷ് സാറിനോടും ഹാർവസ്റ്റിനോടും കടപ്പെട്ടിരിക്കുന്നു. താങ്ക്സ് ടു ഹാർവസ്റ്റ്, താങ്ക്സ് ടു അവിനാഷ് സാർ. Thank you for all your support.